ഹായ് ഹലോ, ഇന്നൊരു ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി ചീര എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി വെള്ളം പോകാനായിട്ട് വാരി വെച്ചു. വെള്ളമെല്ലാം തുറന്നതിന് ശേഷം അതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചീരയിൽ നിന്നും വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ അരപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. അതിലേക്ക് അരപ്പിനായിട്ട് നാളികേരം തിരികെ, ജീരകം, വെളുത്തുള്ളി, ഒരു മുളക് കൂടി അരയ്ക്കുന്നുണ്ട്. ചീര വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റണം. അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇനി അരപ്പൊന്ന് വേവാനായിട്ട് ഒന്നുകൂടി അടച്ചു വെക്കാം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചീര എളുപ്പം വെന്ത് കിട്ടും. കഴുകി അരിയുന്ന ആ സമയം എടുക്കുന്നുള്ളൂ. ചീര വേവാൻ എളുപ്പമാണ്. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഇനി ഇളക്കിയെടുക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചീരത്തോരൻ റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.